ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഗുബുസ്ഥാൻ കാണാൻ പോവുകയാണ്. അസർബൈജാൻ ഗുബുസ്ഥാനിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഓരോ ദിവസവും ഓരോ പ്ലേസുകളാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 20-25,000 ഇയേഴ്സ് ഇവിടെ ആളുകൾ താമസിച്ചിരുന്നെന്നും ഇപ്പോൾ കാസ്പിയൻ സീയിൽ നിന്ന് വേർതിരിച്ച് വന്നൊരു പ്രദേശമാണിത്. ഇവിടുത്തെ ഓരോ കല്ലുകൾക്കും ഓരോ സ്റ്റോറി പറയാനുണ്ട് എന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രത്യേകത എന്ന്. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഗൈസ്. Gavaldash. The first musical instrument of our ancestor. And this area was settled from stone period. ഇതാണ് മ്യൂസിക്കൽ സ്റ്റോൺ. Magical music. Animals. That's why the history of Gavaldash started from Gobustan period. This area was settled by our ancestors from stone period. That's why you can see lots of caves, shelters in this area. Paleolithic period till modern society. Whenever we celebrate our national holidays, we tend to dance Yallı. Upper Terrace, can you see guys? Yallı. Yallı dancing. The history of Yallı dancing started from Mesolithic period, Mesolithic era. История Яллы танца начинается из мезолита. До сих пор мы танцуем Яллы. യെല്ലോ ഡാൻസിങ് ആണ് ഇവരുടെ ട്രഡീഷണൽ ഡാൻസ് എന്നാണ് പുള്ളി പറഞ്ഞത്. ഇവരുടെ നാഷണൽ ഹോളിഡേയ്സിലൊക്കെ യെല്ലോ ഡാൻസിങ് ഉണ്ട്. അപ്പോൾ അത് ഇവരുടെ ട്രഡീഷണൽ ഡാൻസാണ്. കൈ കോർത്ത് പിടിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ ചാടുന്നതാണ് യെല്ലോ ഡാൻസിങ്. Their domestic life was dependent on stone period, stone materials. That's why this period was called stone period. And another word, Paleolithic period. But because thanks to the improvement, they were able to reach another period, Mesolithic and Neolithic period. That's why Gobustan rock includes not just Paleolithic, Mesolithic, Neolithic, and Bronze period as well. Can you see some bulls fighting each other on the surfaces? And hunting scenes, don't miss of seeing. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ ആണ് ഇവിടെ ആളുകളും ആനിമൽസും ഒക്കെ ഈ കേവിനുള്ളിലും ഈ റോക്ക് പാറക്കെട്ടുകൾക്കുള്ളിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവർ വരച്ചിരിക്കുന്ന പടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നതെന്നാണ് പുള്ളി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേക്കുന്നത്. ഇതൊക്കെ അന്നത്തെ കാലത്തെ ആളുകൾ താമസിക്കുന്ന ചെറിയ ചെറിയ ഷെൽട്ടറുകളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ കയറിപ്പോയിട്ടാണ് അവിടെ കിടന്ന് ഉറങ്ങാറുള്ളത്. Голодная, что съест? Я ее здесь Чистые, смотри. Ну да, еще. Обычно такая, знаешь, свалявшаяся. Бывает же шерсть. ഈ റോക്കുകളുടെ കാലപ്പഴക്കം എന്ന് പറഞ്ഞാൽ 5 മില്യൺ എഗോ ആണെന്നാണ് പുള്ളി പറഞ്ഞു തന്നത്. ചെറിയ ചെറിയ ഹോള് കേവുകൾക്ക് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. Feudal state and their family, tombstones. The history of tombstones comes back to 16th, 17th century. Феодальные группы. ടോയ്ലറ്റിൻ്റെയൊക്കെ ഡിസൈൻ സൂപ്പർ. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് ഈ കാണുന്നത്. ഫുള്ള് കല്ലിലാണ്. ഇപ്പം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഗുബിസ്ഥാൻ്റെ തന്നെ അടുത്ത ഒരു ചെറിയൊരു പ്ലേസാണ്. അതിനെ കേന്ദ്രീകരിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണിത്.
ആ കല്ലുകളിൽ അവർ കൊത്തി വെച്ചിരിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഈ മ്യൂസിയത്തിലും കാണാൻ പറ്റും. ഇവരതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മ്യൂസിയം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഗോപിസ്ഥാൻ്റെ ഏകദേശം നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു പ്ലേസിലേക്ക് പോകാം. അവിടുത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്